ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വാഗമണ്ണിലാണ്. വാഗമണ്ണിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് എല്ലാവരും ചിന്തിച്ചേക്കാം. കാരണം വാഗമണ്ണ് ഒരുപാട് തവണ നമ്മൾ വന്നിട്ടുണ്ട്. ലവ് ടു ട്രാവൽ സൗണ്ടിൻ്റെ ഒരുപാട് വീഡിയോകൾ വാഗമണ്ണ് കേന്ദ്രീകരിച്ച് വാഗമണ്ണിൻ്റെ പ്രാന്തപ്രദേശങ്ങളുടെയൊക്കെ വീഡിയോകൾ ഒരുപാട് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. എന്നതുകൊണ്ട് വാഗമണ്ണിലേക്ക് ഞാൻ കുറേ നാളായിട്ട് വരാതിരിക്കുകയായിരുന്നു. പക്ഷേ വാഗമണ്ണിൽ നമുക്ക് ഒന്ന് രണ്ട് ഡെസ്റ്റിനേഷനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പോകാൻ കഴിയാതെ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും നടക്കാതെ വന്ന കുറേ ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ ഇന്ന് പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ വന്നത്. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി കൂടി ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. വാഗമണ്ണിൽ നിന്നാണ് ആ വ്യക്തി നമ്മുടെ കൂടെ ചേരുന്നത്. അദ്ദേഹം വേറൊരു റൂട്ടിൽ ഇവിടെ വന്ന് നിന്നു. ഞാൻ ഇവിടേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. നമ്മുടെ പുതിയ റൈഡർ ബൈക്കിലാണ് വന്നത്. അതായത് ഏകദേശം 94 കിലോമീറ്ററുകളോളം ഒറ്റ ഇരിപ്പിൽ വന്ന് വാഗമണ്ണിൽ വരെ എത്തി എന്നുള്ളതാണ്. അവിടെ ഇടയ്ക്കെങ്ങ് ഇറങ്ങുകയോ നിൽക്കുകയോ ഒന്നും ചെയ്തില്ല. ഒരു വിശ്രമം ഉണ്ടായില്ല. കാരണം അത്രയ്ക്കും എമർജൻസി ആയിട്ട്. ഈ വ്യക്തിയാണ്. ഈ വ്യക്തി ഓർമ്മയുണ്ടോ? അതെ, ഇതാണ് അമ്പിളിക്കുട്ടൻ. അറിയാമല്ലോ എല്ലാവർക്കും. കഴിഞ്ഞ നമ്മുടെ കോട്ടയം ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ള ആ വലിയ കയറ്റം കയറാൻ, ആ ട്രക്കിങ്ങിന് നമ്മുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിന്ന അമ്പിളിക്കുട്ടനാണ് ഇന്ന് നമ്മുടെ കൂടെ വീണ്ടും യാത്രയിൽ പങ്കെടുക്കുന്നത്. ഇന്ന് അമ്പിളിക്കുട്ടൻ കോട്ടയത്ത് നിന്നും വാഗമണ്ണിൽ വന്നു നിന്നു. നമ്മളിന്ന് യഥാർത്ഥത്തിൽ പോകാനായിട്ട് പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചും വന്നതെന്ന് പറയുന്നാൽ വേറൊരു ഡെസ്റ്റിനേഷനാണ്. അത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല. വീഡിയോയുടെ എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഉറപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഈ വഴി കാണുമ്പോൾ മനസ്സിലാകുന്നത്, നമ്മളിപ്പം നമ്മുടെ മൊട്ടക്കുന്നിൻ്റെ അവിടുന്ന് നേരെ ഉപ്പുതറ റൂട്ടിൽ വന്നിട്ട് കുറച്ച് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഒരു റൈറ്റ് ടേൺ ഉണ്ട്. ആ റൈറ്റിലേക്ക് ചെറുതായിട്ടൊരു ഡീവിയേഷൻ ഉണ്ട്. അവിടുന്ന് നമ്മൾ ആ റൈറ്റ് ഡീവിയേറ്റ് എടുത്ത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന ഈ വഴി നിങ്ങൾ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ വഴി കാണുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലാവും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പം അത്രയ്ക്കും അഡ്വഞ്ചറും അത്രയ്ക്കും മനോഹരവുമായിട്ടുള്ളൊരു യാത്രയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പോകുന്ന ഈ ഡെസ്റ്റിനേഷൻ എനിക്ക് നേരത്തെ ഇതിനു മുമ്പ് ഒരിക്കലും അവിടേക്ക് വരാൻ കഴിയാതെ, ഈ വഴിയൊക്കെ പലരും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഈ വഴി ഭയങ്കര പുതുമയാണ്. ഈ പുതുമയുള്ള ഒരു റൈഡായിട്ടാണ് ഈ വഴി എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വാഗമണ്ണ് വരുന്നിടം വരെ എന്നെ സമയത്ത് ഒരു പുതുമയില്ല. കാരണം നിരന്തരം യാത്ര ചെയ്ത് നല്ല ശീലമുള്ളൊരു സ്ഥലത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇത് എനിക്ക് വളരെ പുതുമ അനുഭവപ്പെടുന്ന ഒരു വഴിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൈഡായിട്ട് മാറി ഈ യാത്ര എന്ന് പറയുന്നത്. വളരെ സന്തോഷമുണ്ട്. അപ്പം ഈ യാത്രയുടെ 1ാമത്തെ ഭാഗമാണ് ഇന്നത്തെ ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാരണം ഒറ്റ എപ്പിസോഡായിട്ട് ചെയ്യാം എന്നുള്ളത് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വഴിയിലൂടെയുള്ള ഈ റൈഡുണ്ടല്ലോ, അത്ര മനോഹരമാണ്. ഇതിലെ റൂട്ട് ഇച്ചിരി അഡ്വഞ്ചറൊക്കെ ആണ് എങ്കിൽ പോലും നമുക്ക് അത്ര ഈസിയായിട്ട് കയറി പോകാം, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മനോഹരമാണ് യാത്ര. അവിടുത്തെ ആ ഒരു ഗ്രാമീണ പ്രദേശത്തൂടെ ആണെങ്കിൽ പോലും അതിൻ്റെ അകത്തെ ആ യാത്രയുടെ ഒരു വൈബ് അതൊരു വല്ലാത്ത. ഈ കാണുന്ന വഴിയൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് സിനിമയിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അത്രയ്ക്കും മനോഹരമാണ് ഇതിനെക്കഴിഞ്ഞ് മനോഹരമാണ് ഇനി അങ്ങോട്ടുള്ള ഓരോ വഴികളും എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പൈൻ ഫോറസ്റ്റില്ലേ, നമ്മുടെ വാഗമൺ പൈൻ ഫോറസ്റ്റിൻ്റെ ഒരു എൻഡ് ഈ വഴിയുടെ സമീപത്തായിട്ടാണ് അവസാനിക്കുന്നത്. നമുക്കിങ്ങനെ കാണാം, പൈൻ ഫോറസ്റ്റ് ഇങ്ങനെ കിലോമീറ്ററുകളോളം നീളത്തിൽ നീണ്ടു കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഈ വഴി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ കാണാം. അപ്പം നമ്മുടെ വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റും എന്നെനിക്കറിയില്ല. എന്തായാലും നമ്മളിപ്പോൾ പോകുന്ന ഈ വഴി ഏതിലെയാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് പോകെ പറയാം. കഴിഞ്ഞ വീഡിയോകളെല്ലാം കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോകളിൽ ഞാനും അമ്പിളിക്കുട്ടനും കൂടെ ഒത്തൊരുമിച്ച് ഒറ്റ പരിശ്രമത്താൽ കയറിയ ഒരു യാത്രാ വീഡിയോ നമ്മൾ 3 എപ്പിസോഡായിട്ട് ഇട്ടിട്ടുണ്ട്.
വീണ്ടും നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ വാഗമണ്ണിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ച്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തണം. ഞാനും അമ്പിളിക്കുട്ടനും കൂടി വീണ്ടും ഒന്നിക്കുന്നൊരു യാത്രയാണ്. അപ്പം ഞാൻ അങ്ങനെ അന്ന് പറഞ്ഞിരുന്നു ഇനിയും ഞങ്ങൾ പല യാത്രകളിൽ ഒന്നിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ ഞങ്ങൾ രണ്ടും വീണ്ടും ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ്. എല്ലാവരും കൂടെ കൂടിക്കോ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനും അമ്പിളിക്കുട്ടനാണ് അവന്നെ പോകുന്നത്. പോട്ടെ, ഞാൻ തൊട്ട് പുറകെ ഉണ്ട്. എന്തായാലും ഞാനും അമ്പിളിക്കുട്ടനും നമ്മുടെ ഡബിളും ഞങ്ങൾ 3 പേരും കൂടാണ് യാത്ര ചെയ്യുന്നത്. ഡബിളാണ് എന്നെ ഈ വഴികളിലൂടെ എല്ലാം കൊണ്ടുപോകുന്നത്. നമ്മുടെ മറ്റേ ഡബിള് ഇപ്പോൾ എവിടെയാണെന്നൊരു പിടിയില്ല. അതേതായാലും നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കുറേ നാൾ വഴിയിലൊക്കെ സ്ഥിരമായിട്ടൊക്കെ നമുക്ക് പണി തരിക തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ ആശ്രയിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് മാറ്റിയതാണ്. എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോയിൽ എല്ലാവരും കൂടെ കൂടിക്കോ. മനോഹരമായ കാഴ്ച എൻ്റെ പൊന്നെ, കണ്ടിട്ട് കൊതി വരുന്നു. കണ്ണുകൾക്കുണ്ടല്ലോ, ഇത് കാണുമ്പോൾ കണ്ണുകൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുക. അത്രയ്ക്കും മനോഹരമാണ് ഇവിടുത്തെ ഈ കാഴ്ചകളെന്ന് പറയുന്നത്. കണ്ടോളൂ. ഓക്കെ, വായോ. ഒരു ഫോട്ടോ വീഡിയോ കണ്ടപ്പോഴേ, ക്യാമറ കണ്ടപ്പോഴേ സന്തോഷം പ്രകടിപ്പിച്ചു.
ജീവിപ്പിക്കാൻ വേണ്ടി പോകുന്ന സന്തോഷമാണ്. അങ്ങനെയാണ് ഒന്നുമില്ല. പിന്നെ മൊത്തത്തിൽ ആഘോഷം ഒരിക്കലും കണക്കില്ലാത്തവർക്കുണ്ട്. അതൊരു പ്രത്യേക വൈബല്ല. അത്രയ്ക്ക് അത് കണ്ടുമുട്ടുന്ന ആൾക്കാർ ഒരു വൈബങ്ങ് ക്രിയേറ്റ് ചെയ്യും. ഇന്ന വൈബ് ക്രിയേറ്റ് ചെയ്തൊരു പുള്ളി ഏതാണ്ട് നമുക്ക് അതിനെയാണ് ഞങ്ങൾ രണ്ടുപേരല്ല ആ വീഡിയോ 3 എപ്പിസോഡായിട്ട് നമ്മൾ ചാനൽ കിട്ടുന്നത്. ആ ചാനത്തിലൊക്കെ എനിക്കൊരു കണ്ടു കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള യാത്രാ വീഡിയോകളാണ് ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. 10 മീറ്ററിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും ഡീറ്റെയിലായിട്ട് ചെയ്യുക. ഡീറ്റെയിലായിട്ടുള്ള കാര്യങ്ങൾ ഞാനിത് ഉൾപ്പെടുത്താറുണ്ട്. ഇവിടെ വേറെ ഉണ്ട്. അടുക്കാറായി റോഡ് ഒന്നും ഉണ്ടാവാം. അപ്പോൾ ഇതിലേക്കുള്ള റോഡ് വരാത്തമാർ ഇവിടെ കിടക്കുന്നു. നമ്മൾ ആ വാഗനിൻ്റെ വിലക്കുറവ് വാഗനം റോഡിൽ കിടന്നിട്ട് അതുവരെയും കയറിക്കുന്ന ഒരു ഇതാണ് പാലൊഴുകും പാറല്ലേ. പാലൊഴുകും പാറ നമ്മൾക്ക് ഇവിടേക്ക് വന്നു. ഇത് വാഗൺ മുട്ടക്കുന്നിൻ്റെ അവിടെ നിന്ന് അതിലേ പോകുമ്പം ആ റോഡ് നേരെ പോകുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും ഒരു പക്ഷേ. ഇതാ പാലൊഴുകും പാറ അല്ലേ.
ഇതാണ് പാലൊഴുകുന്നത്. വെള്ളം ഒന്നെങ്കിൽ അടിപൊളിയാണ്. ഇതാ പാലൊഴുകും പാറ. ഇതിൻ്റെ എതിർവശമാണ് അവിടെ. ഇനി നമ്മളതിൻ്റെ പങ്ക് ചെയ്യണ്ട. സമയം 140 മീറ്റർ. ഇടയ്ക്കല്ല നമുക്ക് അപ്പുറത്തില്ല. ഇതിലേ പോകണ്ടേ അല്ലേ? വരാട്ടുമേട് അങ്ങോട്ടാ പോകണ്ടേ? എന്തോ പറ്റി? ഓക്കെ, ശരി, ഷുവർ.
എവിടെ ഇത് എങ്ങോട്ട് പോയിട്ട് താഴെ ചെന്നിട്ട് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഓൾമോസ്റ്റ് എത്തിച്ചേർന്നു. ഇനി അങ്ങോട്ടാണ് ഏറ്റവും വലിയ അഡ്വഞ്ചർ കാഴ്ചകൾ ഉള്ളത്. ഈ മുന്നിൽ കാണുന്ന ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ബൈക്ക് ഓടിച്ച് കയറ്റാനാണ് ശ്രമിക്കുന്നത്. എത്രമാത്രം വിജയിക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശദമായ വീഡിയോ ഇടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുക്കണം. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, അടുത്ത